രാത്രി ഒരു 10 മണി 11 മണി 11:30 നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറക്കവും വരുന്നുണ്ട്. നിങ്ങൾ കട്ടിൽ ഇങ്ങനെ കിടക്കുക, നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്. നിങ്ങൾ ഫോണിൽ ഷോർട്സ് കാണുന്നു, റീൽസ് കാണുന്നു, യൂട്യൂബിൽ വീഡിയോ കാണുന്നു, ഫേസ്ബുക്ക് കാണുന്നു. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ തോന്നുന്നില്ല, നിങ്ങളുടെ കണ്ണടങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് നിങ്ങളിങ്ങനെ ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം മാറി മാറി നോക്കുന്നുണ്ടെങ്കിൽ അതിന് സൈക്കോളജിയിൽ ഒരു ടേം ഉണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഐ എം കാർത്തിക വിനോദ്, സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ആൻഡ് സൈക്കോളജിക്കൽ കൗൺസിലർ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ പറയുന്ന കാര്യം ഒട്ടനവധി പേർക്ക് കണക്ട് ആവുന്നതാണ്, പ്രത്യേകിച്ച് അമ്മമാർക്കും അതുപോലെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സ്ത്രീകൾക്കും ഒക്കെ. അതായത് കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുന്നു, ആ കൂടെ വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു. മാത്രമല്ല രാവിലെ മുതൽ ജോലിക്ക് പോയി തിരിച്ച് വരുന്നു, അവർ തന്നെ കുട്ടികളുടെ കാര്യവും വീട്ടിലെ കാര്യവും കുക്കിംഗ് അടുക്കളയിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കുന്ന സ്ത്രീകളില്ലേ. പുരുഷന്മാരും അങ്ങനെയാണ്. പുരുഷന്മാരും അതുപോലെ തന്നെ രാവിലെ അവർ ഡ്യൂട്ടിക്ക് പോകും, അവർ ഒരു സമയമാകുമ്പോൾ വൈകിട്ട് കയറി വരും. പിന്നെ അവർക്ക് ഓഫീസിലെ സ്ട്രെസ്സ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരുമാണ് ഈ ഒരു കൂട്ടത്തിൽ കൂടുതൽ ഉൾപ്പെടുന്നത്. അതായത് രാത്രി ഉറക്കം വന്നിട്ടും ഉറങ്ങാതെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കും ഇത് അഡിക്ഷനാണ്, ഫോൺ അഡിക്ഷൻ ആണെന്നാണ് പലരും ഓർക്കുന്നത്. എന്നാൽ ഇത് മടിയോ അഡിക്ഷനോ ഒന്നുമല്ല. ഇതിന് സൈക്കോളജിയിൽ പറയുന്ന ടേം ആണ് റിവഞ്ച് ബെഡ് ടൈം പ്രോകാസ്റ്റിനേഷൻ. അതായത് രാവിലെ മുഴുവനും ഓരോ ഡ്യൂട്ടിയിലും അല്ലെങ്കിൽ ഓരോ വർക്കിലും ഏർപ്പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും ആകെ ഒന്ന് ഫ്രീ ആവുന്നത് അവർ ഉറങ്ങാൻ നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോഴവർക്കുള്ളിൽ തോന്നുന്ന ഫീൽ എന്താണെന്നറിയാവോ? ലോകം മുഴുവൻ ഉറങ്ങുകയാണ്. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഈ കിട്ടുന്ന ഈ ഒരു സമയമാണ് എൻ്റേത് മാത്രമായ സമയം എന്നൊരു ഫീലാണ് അവർക്ക് ഉള്ളിൽ തോന്നുന്നത്. ആ ഒരു സമയം വളരെ ഫ്രീ ആയിട്ട് അവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുവാനാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. അവരുടെ മനസ്സിലപ്പോൾ തോന്നുകയാണ്, എനിക്ക് വേണ്ടി ജീവിക്കാൻ ഈ സമയമേ ഉള്ളൂ. രാവിലെ മുഴുവൻ ഞാൻ വേറെ ആളുകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇപ്പം സ്ത്രീകളാണെങ്കിൽ ചിന്തിക്കും, ഞാൻ രാവിലെ മുഴുവൻ ജീവിക്കുന്നത് എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്, എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. എനിക്ക് ജീവിക്കാൻ ഈ ഒരു സമയമേ ഉള്ളൂ. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഹോബികൾ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് പാടാൻ കഴിവുണ്ട്, വരയ്ക്കാൻ കഴിവുണ്ട്, എനിക്ക് ഉറങ്ങാൻ ഇഷ്ടമാണ്. പക്ഷെ പകൽ ഇതൊന്നും എനിക്ക് നടക്കുന്നില്ല. ഞാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണ് കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത്. അതിനാൽ എനിക്ക് ഈ ഒരു സമയമേ എനിക്ക് വേണ്ടിയായിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഈ സമയം ഞാൻ ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. അതുകൊണ്ടാണ് അവർ ആ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യാൻ അവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. പുരുഷന്മാരും ഇതുപോലെ തന്നെ. പുരുഷന്മാർ രാവിലെ ഒരു സമയത്ത് എണീക്കും, അവരവരുടെ ജോലിക്ക് പോകും, ഓഫീസിൽ പോകും. ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസിൽ അതിൻ്റെതായ സ്ട്രെസ് കാണും, ടെൻഷൻ കാണും, ചിലപ്പം എന്തെങ്കിലും തർക്കങ്ങൾ കാണും. തിരിച്ച് അവർ ഇതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരും. പിന്നെ ആ സ്ട്രെസ്സിൻ്റെ ബാക്കിയായിട്ട് അവർ വീട്ടിലിരിക്കും. എന്തെങ്കിലും കടങ്ങളോ EMI ലോണ് അതിനൊക്കെ ഓർത്ത് തല പുകഞ്ഞിരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇതേ സമയം തന്നെ വരുന്നത്, അവർ ഉറങ്ങുന്ന ഒരു ബെഡ് ടൈം ആവുന്നത്. ഈ സമയത്ത് അവർക്ക് തോന്നുന്ന ഇതാണ്, ഞാൻ ആകെക്കൂടി സമാധാനത്തോടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായ ഒരു സമയം കിട്ടുന്നത് ഈ ഉറങ്ങുന്ന നേരമാണ്. അതായത് ലോകം മുഴുവൻ ഉറങ്ങുന്നു, ഈ ഉറങ്ങുന്ന നേരം എന്ന് പറയുന്നത് എൻ്റെ നേരമാണ്, എൻ്റെ സമയമാണ്. ഈ സമയം എനിക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കും, ഇത് എൻ്റെ മാത്രം സമയമാണ് എന്നൊരു ഉപബോധ മനസ്സിൻ്റെ ചിന്തയാണ് നിങ്ങളെ ഇങ്ങനെ ഫോൺ നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. പലരും കരുതുന്നത് ഇതൊരു വിശ്രമമാണ്, അതായത് നമ്മളെ ഒന്ന് മാനസികമായി സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വിശ്രമമാണ് എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത് വിശ്രമമല്ല, ഇത് ഒരു സൈക്കിളായിട്ട് തുടരും. അതായത് രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നും. കാരണം തലേന്ന് നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ കാണുമേ, രാവിലത്തേക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഓഫീസ് വർക്കോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി അരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അതൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ ഫോണിൽ അത്രയും സമയം സ്പെൻഡ് ചെയ്തോ രാവിലെ ചെയ്യാം എന്നുള്ള ചിന്തയിൽ. പക്ഷെ രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം ഞാൻ കളഞ്ഞല്ലോ എന്നൊരു കുറ്റബോധം തോന്നും. നിങ്ങളുടെ ക്ഷീണവും നിങ്ങളെ വിട്ടുമാറിയിട്ടുണ്ടാവില്ല. കാരണം തലേന്ന് നിങ്ങൾക്ക് വേണ്ടത്ര ഉറക്കം കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു കുറ്റബോധവും ക്ഷീണവും കൊണ്ടായിരിക്കും നിങ്ങൾ പിന്നെ ആ ഒരു ദിവസം ചെലവഴിക്കുന്നത്. വീണ്ടും രാത്രിയാവും, നിങ്ങൾ ആ സമയമാവും നിങ്ങൾ ഫോണും നോക്കിയിരിക്കും. ഇതിങ്ങനെ എല്ലാ ദിവസവും റിപ്പീറ്റ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു ക്ലിനിക്കൽ ഡിസോർഡർ എന്നതിലുപരി ഇതൊരു ബിഹേവിയർ പാറ്റേൺ ആയിട്ടാണ് പലരിലും കാണപ്പെടുന്നത്. ഇനി ഇതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പകൽ സമയം നിങ്ങൾക്ക് വേണ്ടി കുറച്ചു നേരം മാറ്റിവെക്കുക. അത് നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. ഇപ്പം 24 മണിക്കൂറുണ്ട്. എല്ലാവരും രാവിലെ ഒരു 5 മണി 6 മണിക്കൊക്കെ എണീക്കുന്നവരായിരിക്കും മജോറിറ്റി. നിങ്ങളുടെ ഡ്യൂട്ടികളൊക്കെ എന്തൊക്കെയാണോ അത് നിങ്ങൾ ചെയ്യുക. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കുക.
അത് എപ്പോഴെങ്കിലും ഇപ്പം കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ കുട്ടികൾ ഉച്ചയ്ക്കൊക്കെ ഉറങ്ങുമല്ലോ, അല്ലെങ്കിൽ അത് നിങ്ങൾ സ്കൂളിൽ പോകുമല്ലോ, ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ മാറ്റി വയ്ക്കുക. ആ സമയം നിങ്ങൾ ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, ഫോൺ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബി ഉണ്ടെങ്കിൽ ആ ഹോബി ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് സ്വയം തോന്നും എൻ്റെ ലൈഫ് കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്. നിങ്ങൾക്ക് സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങളിൽ ഭൂരിഭാഗം പേരും രാത്രി മുഴുവനും ഫോൺ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അത് നമ്മൾ കാര്യമായിട്ടൊന്നും നോക്കുന്നില്ല, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മുടെ മണിക്കൂറുകൾ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ പിറ്റേ ദിവസം നീ എന്താണ് എത്ര നേരം ഫോണിൽ നോക്കിയത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു മറുപടിയും കാണത്തില്ല. നിങ്ങൾ എത്ര മണിക്കൂറുകൾ കളയുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇത് തീർച്ചയായും പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യമാണ്. നിങ്ങൾ ഉറങ്ങുന്ന ടൈം കൃത്യമായി നിങ്ങൾ തീരുമാനിക്കുക. ആ ടൈമിൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയോ അല്ലെങ്കിൽ സൈലന്റ് ആക്കിയോ നിങ്ങൾ കിടക്കുക. നിങ്ങൾ കിടന്ന ഉടനെ നിങ്ങൾ ഉറങ്ങും. നിങ്ങൾ പൂർണ്ണമായി ഉറക്കം വന്നതിന് ശേഷം മാത്രം നിങ്ങൾ കിടക്കുക. നിങ്ങൾ പൂർണ്ണമായി ഉറക്കം വന്നു എന്നിട്ട് നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങൾ ഫോൺ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ആ ഉറക്കം നഷ്ടപ്പെടും. നിങ്ങൾ പിന്നെ ആ ഫോൺ മാറ്റി വെച്ച് ഉറങ്ങാമെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് ഉറക്കം കിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ ഈ ഒരു ശീലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം. ഞാൻ പറയുന്നതിലുപരി നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തീർച്ചയായും ഒരു ദുശീലമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. കൂടുതൽ ഇതുപോലത്തെ സൈക്കോളജിക്കൽ ടേംസും രസകരമായ വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെ ബൈ.